ആ ചേച്ചീനെ നോക്കി ഇറങ്ങിയതല്ലേ? ഇഞ്ഞെന്ത് ഇവിടെ? അമ്മ SN കോളേജിലെ പ്രൊഫസറാ, ഓൺ ഡ്യൂട്ടിയാ. ഇനി എനക്കൊരു സഹായം ചെയ്യുവാ. എന്നെ എപ്പ കണ്ടാലും സഹായം വേണല്ലേ? ദാ. മനോജേ, ഐഡി പ്രൂഫിന് താങ്ക്സ് അളിയാ. ഐഷ, റിഹേഴ്സൽ തുടങ്ങാട്ടാ. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? സിജു, ഇംതിയാസ്, ഇന്ന് ഐഷയുടെ ബർത്ത്ഡേ ആണ്. വാ, ഹാപ്പി ബർത്ത്ഡേ ഐഷ. ആ സമയത്തോളെ ചിരി ഒന്ന് കാണണം സാറേ. അപ്പൊ ഞാൻ വടിയായിരുന്നെങ്കിൽ എന്റെ ശവത്തിന് ചിരിച്ച മുഖമായിട്ടുണ്ടാവും. ഐഷ എന്നെ കണ്ടു. അവൾ ആദ്യത്തെ നോട്ടം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. തട്ടം നിനക്കൊരു വീക്ക്നെസ് അല്ലേ? ഓള തട്ടോട്ട് കഴിഞ്ഞ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. വിനോദ്, എൻ്റെ പേരെങ്ങനെ അറിയാം? സൽമ പറഞ്ഞറിയാം. ആരാ സൽമ? മുസ്തഫയുടെ വൈഫ്, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ. ഓ, അവരുടെ കല്യാണത്തിനല്ലേ ഇയാൾ എന്നെ ഇടിച്ചിട്ടത്. സൽമ എല്ലാം പറഞ്ഞു. വെഡിങ് ആൽബത്തിൽ ആളെയും കാണിച്ചു തന്നു. ഐ എം സോറി എന്ന് മാത്രം എഴുതി വെച്ചിട്ട് പോയ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ? എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാം? ഐഷ, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. നമുക്കവിടെ നിന്ന് മാറാം. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവള് എന്റെയാണ്. പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല. അപ്പൊ ഞാൻ പോട്ടെ.